ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. ലോകോത്തര നിലവാരത്തിൽ രാജ്യത്തെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർദ്ധചാലക രാഷ്ട്രങ്ങളിലൊന്നായി രാജ്യം മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. യുവ ആത്മീയ ഉച്ചകോടിക്ക് വാരണസിയിൽ തുടക്കം. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടാനാണ് യോഗം വിളിച്ചത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനം അടുത്ത മാസം 21 വരെ നീളും. വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ചർച്ചകളും നടക്കും. സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, JP നഡ്ഡ, രാജ്നാഥ് സിംഗ് എന്നിവർ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടത്തെ വെല്ലുവിളിച്ച മുൻനിര പോരാളികളിലൊരാളാണ് മംഗൾ പാണ്ഡെയെന്നും അദ്ദേഹത്തിന്റെ ധീരത ജനങ്ങൾക്ക് എന്നും പ്രചോദനമായിരിക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സാങ്കേതിക അടിത്തറ അതിവേഗം സജ്ജമാകുകയാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് രാവിലെ IIT ഹൈദരാബാദിൽ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദ്യത്തെ തദ്ദേശീയ അർദ്ധചാലക ചിപ്പ് രാജ്യം ഈ വർഷം പുറത്തിറക്കുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർദ്ധചാലക രാഷ്ട്രങ്ങളിലൊന്നായി രാജ്യം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Today, as we speak, already we have 6 units which are under construction. The first manufactured in India chip on a commercial scale will be manufactured in this year 2025. The way we have created the talent pool, the way we are promoting the design, and the way we are going deeper into the capital equipment and the materials required for semiconductors, India will become one of the top 5 semiconductor nations in the world in the coming years. വൈകുന്നേരം കാച്ചേഗുഡ റെയിൽവേ സ്റ്റേഷനിൽ ഹൈദരാബാദിൽ നിന്ന് ജോധ്പൂരിലേക്കുള്ള പുതിയ ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും കേന്ദ്രമന്ത്രി നിർവഹിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉധം സിംഗ് നഗർ ജില്ലയിലെ രുദ്രപൂരിൽ നടക്കുന്ന ഉത്തരാഖണ്ഡ് നിവേശ് ഉത്സവ് പരിപാടിയിൽ പങ്കെടുക്കും. വ്യാവസായിക നിക്ഷേപത്തിൽ ഉത്തരാഖണ്ഡിന്റെ പുരോഗതി പ്രദർശിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 2023 ഡിസംബറിൽ ഡെറാഡൂണിൽ നടന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ശേഷം 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ കരാറുകൾ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട്. ലോകോത്തര നിലവാരത്തിൽ രാജ്യത്തെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പാലക്കാട് IITയിൽ നടന്ന 7ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും പല മേഖലകളിലും ഇന്ത്യ ലോകത്ത് മുന്നിലാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. India is now in a leading position in the global digital world. In the digital transaction, only in India, 50% are coming from Indian market. In many developed countries, digital public infrastructure has yet to become, but in our country, many more digital public infrastructure are already working in our country, in our system. We have to have inclusive digital public infrastructure. We have to have ethical digital public infrastructure. 2047 വികസിത രാഷ്ട്രമാകുക എന്നത് കേവലം പ്രാദേശികതയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും ഗ്ലോബൽ സൌത്തിന്റെ വികസനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലും ഈ മാസം 25 വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. ഓൺലൈൻ വാതുവയ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ടെക് കമ്പനികളായ ഗൂഗിളിനും മെറ്റയ്ക്കും നോട്ടീസ് അയച്ചു. ഇരു കമ്പനികളുടെയും പ്രതിനിധികളോട് തിങ്കളാഴ്ച ED ഡൽഹി ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. ഓൺലൈൻ വാതുവയ്പ് ആപ്പുകളുടെ പ്രചാരണം സംബന്ധിച്ച് ഇവരുടെ പങ്ക് ED പരിശോധിച്ചു വരികയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം നടക്കും. മിഥുന്റെ അമ്മ സുജ ഇന്ന് രാവിലെ കൊച്ചിയിലെത്തി. തേവലക്കര സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 22 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, അസം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ജമ്മുകശ്മീർ, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അടുത്ത ഒരാഴ്ച ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡിലെ വിവിധയിടങ്ങളിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡെറാഡൂൺ, തെഹ്രി, പൌഡി, ഹരിദ്വാർ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്നും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും യുവത്വമേറിയ രാജ്യമാണെന്നും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും ശക്തമായി പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച യുവ ആത്മീയ ഉച്ചകോടിയെ വാരണസിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ ജനങ്ങൾ ശക്തരും ആരോഗ്യമുള്ളവരും രാഷ്ട്ര സ്നേഹമുള്ളവരുമാണെങ്കിൽ വെല്ലുവിളികളെ അതിജീവിക്കാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. देश में 65% पॉपुलेशन बिलो 35 एज के है. ये देश की एवरेज आयु 28 ईयर है. दुनिया में हम सबसे युवा राष्ट्र है. आज यूथ ये हमारी डेमोग्राफिक डिविडेंड है. उसको संयोज के इस शक्ति को इकट्ठी करके हम कैसे विकसित भारत के लक्ष्य को साकार करने की दिशा में आगे बढ़े. देश के युवा सशक्त हो, देश के युवा फिट हो, देश के युवा संस्कारी हो, राष्ट्रभक्त हो, अपने स्वयं एक संदेश बने, वर्तमान समय की समस्या को एड्रेस करे. വികസിത ഭാരതത്തിനായി യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാമെന്ന പ്രമേയത്തിൽ യുവജനകാര്യ കായിക മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മയക്കുമരുന്ന് രഹിത ഇന്ത്യയ്ക്കായുള്ള സമഗ്ര കർമ്മ പദ്ധതി അവതരിപ്പിക്കുന്ന കാശി പ്രഖ്യാപനത്തിന്റെ പ്രകാശനത്തോടെ ഉച്ചകോടി നാളെ അവസാനിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 3:30 ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-0 ഇന്ത്യ മുന്നിലാണ്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയതിന് 34 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ബംഗ്ലാദേശിൽ പിടിയിലായി. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ബംഗ്ലാദേശ് അധികൃതരുമായി സംസാരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് പാതയിൽ 2 വ്യത്യസ്ത അപകടങ്ങളിലായി 6 പേർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 3 മണിക്ക് മിനി വാൻ ട്രക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു ആദ്യ അപകടം. ഇതിൽ 6 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഡൽഹിയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് പോവുകയായിരുന്ന ഒരു സ്വകാര്യ ബസ്സാണ് രണ്ടാമത് അപകടത്തിൽപ്പെട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ചൈന. പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഭീകരവിരുദ്ധ സഹകരണം ശക്തമാക്കണമെന്നും ചൈന അഭിപ്രായപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമായ ദി റെസിഡൻസ് ഫ്രണ്ടിനെ പ്രാദേശിക ഭീകരവിരുദ്ധ സംഘടനയായി US പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ പ്രതികരണം. എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും ചൈന എതിർക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും 2 ദിവസത്തെ യോഗം ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ സമാപിച്ചു. സംഘർഷം, വ്യാപാര തർക്കങ്ങൾ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, കാലാവസ്ഥാ ദുരന്തങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ആഗോള വെല്ലുവിളികൾ യോഗം ചർച്ച ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. ലോകോത്തര നിലവാരത്തിൽ രാജ്യത്തെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർദ്ധചാലക രാഷ്ട്രങ്ങളിലൊന്നായി രാജ്യം മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. യുവ ആത്മീയ ഉച്ചകോടിക്ക് വാരണസിയിൽ തുടക്കം. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.